ഞങ്ങളിപ്പോൾ ഉള്ളത് സൗദി ബോർഡറിലാണുള്ളത്. സൗദി ഇവിടെയാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പ്രാവശ്യം ഫിംഗർ പ്രിന്റ് കൊടുത്തതിന് ശേഷം ഫോട്ടോയിൽ പാസ്പോർട്ടിൽ സീലടിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ബസ്സുകളൊക്കെ സൗദിയിലേക്ക് പോകാൻ വേണ്ടി ഉംറയ്ക്കുള്ള ബസ്സുകളാണ് നിങ്ങൾ കാണുന്നത്. സൗദിയുടെ എൻട്രികൾ കഴിഞ്ഞതിന് ശേഷം ലഗേജുകളൊക്കെ സ്കാൻ ചെയ്തു. അതിനുശേഷമാണ് അടുത്ത പ്രൊസീജിയർ. ഈ കാണുന്ന ആൾക്കാരൊക്കെയാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ പരിശോധിക്കുന്നതും വാഹനം സ്കാൻ ചെയ്യുന്നതും ചില സമയങ്ങളിൽ ഡോഗ് പരിശോധനയും കാണും. ഇതിൻ്റെ അകത്തായി ചെറിയ കോഫി ഷോപ്പുകളും കുടിക്കാനുള്ള ഡ്രിങ്കുകളും ഇവിടെ നമുക്ക് കിട്ടും. ഈ പരിശോധനയ്ക്ക് കഴിഞ്ഞതിനു ശേഷം സൗദി ബോർഡറിൽ നിർത്തിയതിനു ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ ഏകദേശം 9 മണിക്കൂർ വരെ വെറും മരുഭൂമിയിലാണ് യാത്ര. അതൊക്കെ കഴിഞ്ഞ് ബുറൈമി എന്ന സ്ഥലത്ത് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ബുറൈമിയിൽ നിന്ന് ഏകദേശം 1800 കിലോമീറ്റർ ദൂരം വരെയാണ് മദീനയിൽ എത്താനുള്ളത്. കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ ഒന്നൊന്നായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിക്കൂർ വരെ നിർത്താതെയുള്ള മരുഭൂമിയിലെ ഒരു യാത്രയാണ്. അങ്ങനെ സൗദി മണ്ണിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. ഇനിയാണ് ഞങ്ങളുടെ കഥയുടെ ആരംഭം. AD 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയിലേക്കാണ് അടുത്ത ഞങ്ങളുടെ യാത്ര. പുണ്യ മദീനയിലെ മസ്ജിദുൽ ഖുബയിലെ ചരിത്രപരമായ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.